സാധാരണ മജ്‌ലിസിലൊക്കെ പോയാൽ ഞങ്ങളെ പാട്ടിനെ വിളിക്കും, ഞങ്ങളങ്ങ് പാടും. കിട്ടിയതും കിട്ടാത്തതും തോന്നിയതും തോന്നാത്തതൊക്കെ അങ്ങനെ പാടും. ഞാൻ ഇവിടെ എന്ത് പറയണമെന്നോ എന്ത് പാടണമെന്നോ ഒരു രൂപം ഇല്ലാണ്ടാണ് വന്നത്. കാരണം ഇന്നിവിടെ പങ്കെടുക്കുമെന്ന് വിചാരിച്ചല്ല. ഷമീറിനോട് ഇവിടെ ലൈറ്റ് കണ്ടപ്പോഴാണ് ഷമീർ ചോദിക്കുന്നത് ഇവിടെ എവിടെ സ്ഥലം, ഇതെന്തിനാ വന്നത്. ഞാൻ മിണ്ടാതെ കൊണ്ടുവന്നാണ്. കാരണം ഞാൻ ശനിയാഴ്ച ആണ് നമുക്ക് ക്ഷണം ഉണ്ടായിരുന്നത്. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് ഒരു പ്രോഗ്രാമിന് പോകാനുള്ളത് കൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വ്യാഴാഴ്ച വരി. അങ്ങനെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരുടെ കൂടെ വരുമ്പോൾ ഷമീറിനോടും പറഞ്ഞു നമുക്കൊരു സ്ഥലത്ത് പോകേണ്ട എന്നിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഷമീറും ഇവിടെ വളരെ അവിചാരിതമാണ്. അവിചാരിതം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഷാഹിർ ആണ് നമ്മളെ ക്ഷണിച്ച്. ഷാഹിർ എന്ന് പറഞ്ഞാൽ ഉസ്താദിനോട് എന്ത് പറയും എനിക്കറിയില്ല, എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. പാടാനും മാത്രമേ അറിയുള്ളൂ. പറച്ചിലിനെ കുറിച്ചൊന്നും വലിയ ധാരണകൾ ഇല്ല. പിന്നെ ഇതുപോലെയുള്ള ഹദറത്തുകളിൽ വന്നിട്ട് വലിയ അധിക പ്രസംഗം നടത്താനും പാടില്ല. അതൊക്കെ ഒരു അദബുകേടാണ്. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയതായിരിക്കില്ല നിങ്ങളുടെ അറിവ്. നമ്മളെക്കാൾ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ളവരും അവഗാഹമുള്ളവരും ആഴത്തിൽ പഠിച്ചവരുമായ ആളുകളോട് എങ്ങനെ സംസാരിക്കണം, എന്ത് പാടണമെന്നും അറിയില്ല. ഏതായാലും ഇവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളോട് അവിടുന്ന് നിങ്ങൾ പാടുക പറയുക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ട് ഗാനങ്ങൾ ഞങ്ങൾ പാടി. ഇൻഷാ അല്ലാഹ് പിന്നീടൊരിക്കൽ നമുക്ക് പാട്ടിൻ്റെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ശീലിച്ചു പോയതാണ്. എന്തെങ്കിലുമൊക്കെ പാടണമെങ്കിൽ അതിൻ്റെ ചുറ്റും കുറച്ച് സഹകാരികളൊക്കെ ഉണ്ടെങ്കിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അറിയില്ല. ഞങ്ങളുടെ ചുറ്റും കുറച്ച് പേരൊക്കെ ഇങ്ങനെ അതിൻ്റെ താളം ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അത് പാടാൻ കിട്ടുക. അല്ലാതെ ഇങ്ങനെ വെറുതെ പാടൊക്കെ ചെയ്യാം, പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല. ചിലപ്പോൾ നമ്മളെ പാട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ